അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതായത് തന്നെ ഉമ്മച്ചിത മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇടുന്നാണ് കേട്ടോ ഈ മീനിന് നമ്മളോടൊക്കെ പറയുക. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കായം ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള കായം കൂടാനായിട്ട് അതിന് തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇത് മിക്സിയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചിലർ വെള്ളം ചേർക്കും, അതിന് പകരം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് ഈ കായൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീനിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ പൊരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ ഞാനിതാ ഫ്രൈ പാനൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഫിഷൊക്കെ ഇതാ പൊരിക്കാനിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ടും പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഇത് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അതിൽ കുറച്ച് സബോളയും ചെറുനാരങ്ങ നീരൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സബോളൊക്കെ ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിച്ച് സബോളയും കൂട്ടി കഴിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പിന്നെ ഷെയർ ചെയ്യണേ.